ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് അഗെയിൻ. അപ്പം ഇന്ന് ഞാനൊരു മന്തി റെസിപ്പിയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. നല്ല അടിപൊളി ടേസ്റ്റായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന മന്തി റെസിപ്പിയാണ്. നമ്മൾ പുറത്തുനിന്ന് കഴിക്കുന്ന ആ ഒരു സ്റ്റൈലിലുള്ള ആ ഒരു ടേസ്റ്റിലുള്ളത് കുഴിയൊന്നും ഇല്ലാണ്ട് തന്നെ വീട്ടിൽ നമുക്ക് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളും പാത്രങ്ങളും ഒക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് ബീഫാണ് ഞാൻ ഉണ്ടാക്കിയത്. ഇതിന് മുമ്പ് ഞാൻ ചിക്കൻ മന്തീൻ്റെ റെസിപ്പി കാണിച്ചിട്ടുണ്ട്. അപ്പം അതിൽ നിന്ന് ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് വ്യത്യാസമൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ ഈ ഒരു മന്തി ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഇതുണ്ടാക്കുന്നത് നമുക്കൊന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ ഇതിപ്പം 2.5 കിലോ ബീഫുണ്ട്. 8 മുതൽ 9 പീസ് വരെ കട്ട് ചെയ്തിട്ടാണ് വാങ്ങിയത്. ഇപ്പോൾ വാങ്ങുമ്പോൾ തന്നെ വലിയ വലിയ പീസായിട്ട് തന്നെയാണ് കട്ട് ചെയ്ത് തരാൻ പറഞ്ഞത്. മന്തിക്ക് എന്ന് പറഞ്ഞിട്ട് തന്നെ വാങ്ങിയതാണ്. അപ്പം കാണാനും ഭംഗി മന്തിക്ക് ഇങ്ങനെ വലിയ പീസാണല്ലോ. അപ്പം എല്ലാം കൊട്ടും നെയ്യോട് കൂടിയിട്ടുള്ള ബീഫ് തന്നെയാണ്. നെയ്യൊക്കെ ആകുമ്പോൾ മന്തിക്ക് അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ആ നെയ്യൊക്കെ ഇറങ്ങി വരുമ്പം ബീഫ് എന്നൊക്കെ ഇറങ്ങി വരുമ്പോഴുള്ള ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, അത് കിട്ടണം. അപ്പോൾ അതിന് നെയ്യും കൊട്ടും നല്ലതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു 9 പീസോളം ബീഫാണിത്. നന്നായി കഴുകി വെള്ളമൊക്കെ ഊറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ബീഫ് ഞാനിപ്പം ഒരു തലികയിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിലേക്ക് കുറച്ച് കാര്യങ്ങളൊന്ന് മാരിനേറ്റ് ചെയ്ത് കൊടുക്കണം. എന്താ പറയുക, നമ്മുടെ ചിക്കൻ പോലെയല്ലല്ലോ, ബീഫിന് വേവ് കുറച്ച് കൂടുതലല്ലേ. അപ്പം കുറച്ച് മുമ്പേ തന്നെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും. എന്നിട്ട് വേണം അത് വേവിക്കാൻ. അപ്പോൾ അതിനുള്ളൊരു സമയമൊക്കെ കണക്കാക്കിയിട്ട് വേണം നമ്മൾ റെഡിയാക്കിയെടുക്കാൻ. ഇനിയിപ്പം ബീഫിലേക്ക് ചേർക്കാനുള്ള കൂട്ടൊന്ന് റെഡിയാക്കിയെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ കുരുമുളക് ഹോൾ സ്പൈസ് തന്നെയാണ് എടുക്കുന്നത്. ഒരു 5-6 ഗ്രാമ്പു, അതുപോലെ തന്നെ ഒരു 3-4 ഏലക്കായ എടുത്തിട്ടുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂണോളം ചെറിയ ജീരകം ജസ്റ്റ് ഒന്ന് അമ്മിമ്മലിട്ട് കുത്തിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരുപാട് ഫൈൻ പൗഡറായതും വേണ്ട, അതുപോലെ കുത്താണ്ടങ്ങ് ചേർത്ത് കൊടുക്കണ്ട, അപ്പാടെയും അങ്ങ് ചേർത്ത് കൊടുക്കണ്ട, ജസ്റ്റ് ഒന്ന് കുത്തിയിട്ട് ചേർത്ത് കൊടുക്കുക, ആ ഒരു ഫ്ലേവർ ഇറങ്ങാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു 2 മാഗി ക്യൂബ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബീഫിൻ്റെത് വാങ്ങാൻ കിട്ടും, അതല്ല ഇനിയിപ്പോൾ ഇല്ലയെന്നുണ്ടെങ്കിൽ ഒഴിവാക്കിയേക്കാം, പ്രശ്നമൊന്നുമില്ല. ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ബീഫിൻ്റെ മാഗി ക്യൂബ് വാങ്ങാൻ കിട്ടും. പിന്നെ ഒരു 2 ടേബിൾ സ്പൂണോളം മന്തി മസാല ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഇതിലേക്ക് ഇനി ഒന്ന് മാരിനേറ്റ് ചെയ്യാനായിട്ട് ഒരു 4-5 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ സാധാ സൺഫ്ലവർ ഓയിലാണ് എടുത്തത്. നന്നായി എല്ലാം കൂടെ ഒന്ന് മിക്സാക്കി എടുക്കാം. ഈ പൊടികളൊക്കെ ഒന്ന് ഓയിലിലൊന്ന് മിക്സ് ആവുന്നത് വരെ ജസ്റ്റ് ഒന്ന് മിക്സാക്കി എടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് എരിവിന് നമ്മൾ വേറൊന്നും ചേർക്കുന്നില്ല, കുരുമുളക് മാത്രമേ ചേർക്കുന്നുള്ളൂ. അപ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടി ഇപ്പം ചേർത്ത് കൊടുക്കുക. ക്രഷ് ചെയ്തതാണ്, ഒരുപാട് ഫൈൻ പൗഡറല്ല, ഞാനിവിടെ തന്നെ ക്രഷ് ചെയ്തെടുക്കുന്നതാണ്. എന്നിട്ടെല്ലാം കൂടെ നന്നായി ഒന്നങ്ങ് മിക്സാക്കി എടുക്കാം. നന്നായിട്ട് എന്താ പറയുക, ആ ഓയിലിൽ എല്ലാ പൊടികളും ഒന്നങ്ങ് മിക്സായി വരുന്നത് വരെ ജസ്റ്റ് ഒന്ന് മിക്സാക്കി എടുക്കാം. എന്നിട്ട് ഈ ഒരു മിക്സിന് നമ്മൾ ബീഫിലേക്ക് നന്നായിട്ടൊന്ന് പുരട്ടി കൊടുക്കണം. അപ്പം ഞാനിപ്പം ബീഫിലേക്ക് നന്നായിട്ട് അങ്ങ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായി ബീഫിൽ പുരട്ടിയെടുക്കണം. ബീഫിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് കയറാൻ വേണ്ടിയിട്ട് നന്നായിട്ട് കൈകൊണ്ട് തന്നെ നന്നായിട്ട് അങ്ങ് കുഴച്ചെടുക്കാം. പിന്നെ ഇതിലേക്ക് ഉപ്പ് ചേർത്തിട്ടില്ല, അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മളിപ്പം ചേർത്ത് കൊടുക്കണം. പിന്നെ ബീഫല്ലേ, അപ്പോൾ എന്തായാലും കുറച്ച് ഇഞ്ചീൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടണം. അപ്പം 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളീൻ്റെ പേസ്റ്റും കൂടെ ഞാനിതിലേക്ക് ഇപ്പം ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സാക്കിയതിന് ശേഷം, ബീഫ് അത്യാവശ്യം വലിയ വലിയ പീസാണല്ലോ, അപ്പോൾ ഉള്ളിലേക്ക് ആ ഒരു മസാലയൊക്കെ ഇറങ്ങാനായിട്ട് ഞാൻ ജസ്റ്റ് കത്തി വെച്ചിട്ടൊന്ന് അങ്ങനെ അങ്ങ് കുത്തി കൊടുക്കുന്നുണ്ട്. എന്താ പറയുക, കീറണ്ട, ജസ്റ്റ് ഇങ്ങനെ കത്തി വെച്ച് കുത്തിയാൽ മതി. അങ്ങനെ ഇപ്പം ബീഫ് നന്നായി മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട്, ജസ്റ്റ് കത്തി വെച്ച് കുത്തി കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു 2-3 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക. കുറഞ്ഞത് എന്തായാലും ഒരു 2 മണിക്കൂറെങ്കിലും വെക്കുക. അതെല്ലാം ഓവർനൈറ്റാണ് വെക്കുന്നതെങ്കിൽ ഫ്രിഡ്ജിലേക്ക് മാറ്റിയാൽ മതി, നല്ലോണം മസാല പിടിച്ചോളും. അങ്ങനെ ബീഫൊക്കെ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിപ്പം അരി ഞാൻ സെല്ല റൈസാണ് വാങ്ങിയത്. 1 കിലോൻ്റെ സെല്ല റൈസാണ് എടുത്തത്. മന്തിക്ക് എടുക്കുന്നത് എന്തായാലും ലോങ് ഗ്രെയിൻ റൈസ് ആണല്ലോ, നീളമുള്ള അരിയാണല്ലോ, അപ്പോൾ അതിൽ സെല്ല റൈസാണ് മന്തീൻ്റെ ഇതിലേറ്റവും നല്ലത്. അങ്ങനെ ഇപ്പം 2 മണിക്കൂർ ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞു. അപ്പം ബീഫ് ഇനി നമുക്കൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ വേവിച്ചെടുക്കാൻ ഞാനിതിപ്പം കുക്കറിലാണ് വേവിക്കുന്നത്. പെട്ടെന്ന് തന്നെ വെന്ത് വരാൻ കുക്കറല്ലേ ഏറ്റവും നല്ലത്.
ചിക്കനൊക്കെ ആകുമ്പോൾ പാത്രത്തിൽ തന്നെ അങ്ങ് വേവിച്ചാൽ മതിയല്ലോ. ഇതിപ്പം ബീഫ് ആയതുകൊണ്ട് ഞാനിത് കുക്കറിലാണ് വെച്ചത്. അപ്പോൾ ഇവിടെയുള്ള ഏറ്റവും വലിയ കുക്കറാണിത്. അപ്പോൾ കുക്കറിൽ ഇങ്ങനെ നിരത്തി നിരത്തി അങ്ങ് വെച്ച് കൊടുക്കുന്നുണ്ട്, നീളത്തിൽ അങ്ങനെ അങ്ങ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പം ഈ ബീഫിൽ നിന്ന് കുറച്ച് വെള്ളം ഇറങ്ങിയിട്ടുണ്ട്, ആ വെള്ളം കൂടെ ഞാൻ ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പ്രത്യേകിച്ച് ഇനി വേറെ വെള്ളമൊന്നും ചേർക്കണ്ട. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാനൊരു ചെറിയ സവാളയാണ്, അത് ജസ്റ്റ് ഒന്നിങ്ങനെ അരിഞ്ഞിട്ട് ബീഫിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിനി കുക്കർ അടച്ചു വെച്ചിട്ട് ഒരു 3-4 വിസിലിന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇനിയിപ്പോൾ ഇതൊന്ന് തിളച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ബീഫ് വേവിക്കാൻ വെച്ച സമയത്ത് തന്നെയാണ് ഞാനിപ്പോൾ അരിയും കഴുകിയെടുക്കുന്നത്. അരി കഴുകിയതിന് ശേഷം ഒരു അരമണിക്കൂറെങ്കിലും ഒന്ന് വെള്ളത്തിൽ കുതിർത്ത് വെക്കണം. കഴുകിയിട്ട് കുതിർക്കുന്നതാണ് നല്ലത്. കുതിർത്ത് വെച്ചതിന് ശേഷം പിന്നെ കഴുകുമ്പോൾ ചിലപ്പോൾ പൊട്ടിപ്പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ നന്നായി കഴുകിയതിന് ശേഷം ഒരു അരമണിക്കൂർ വെള്ളത്തിൽ ഇതുപോലെ കുതിർത്ത് വെക്കാം. അങ്ങനെ ഞാനിതിപ്പം 4 വിസിലിനാണ് വേവിച്ചെടുത്തത്. നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. കണ്ടോ, കുറച്ച് വെള്ളമുണ്ട്, നെയ്യും വെള്ളവും ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്. ബീഫിൽ നിന്ന് നമ്മൾ ഒഴിച്ച നെയ്യും അതുപോലെ ബീഫിൽ നിന്നുള്ള നെയ്യും ഒക്കെ ഉണ്ട്. അപ്പോൾ അത് ഇനി വറ്റിക്കുന്നില്ല, ഞാൻ അത് നേരെ ചോറിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇനി ചോറുണ്ടാക്കാനായിട്ട് സാധാരണ നമ്മൾ നെയ്ച്ചോറുണ്ടാക്കുന്ന പോലെ തന്നെയാണ് ഞാൻ വറ്റിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഒരു വലിയ പാത്രത്തിൽ കുറച്ച് ഓയിലാണ് ഒഴിച്ചു കൊടുത്തത്, സൺഫ്ലവർ ഓയിൽ. അതിലേക്ക് ഒരു 2-3 പട്ട, ഗ്രാമ്പു, ഏലക്ക എന്നിവ അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 3-4 കുരുമുളകും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുരുമുളകൊക്കെ ഹോൾ സ്പൈസാണ് ഇട്ടത്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു ചെറിയൊരു സവാളയും കൂടെ കൊത്തിയരിഞ്ഞ് അങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്നങ്ങ് വഴറ്റിയെടുക്കണം. സവാള ഒന്ന് ജസ്റ്റ് മൂത്ത് വരുമ്പം ഇതിലേക്ക് എന്താ പറയുക, ഒരു 2-3 ടീസ്പൂണോളം മന്തി മസാല ചേർത്ത് കൊടുക്കാം. മന്തി മസാല നമ്മൾ ബീഫ് വേവിക്കുമ്പം ചേർത്തത് കൊണ്ട് ഇതിൽ കുറേയൊന്നും ചേർക്കുന്നില്ല, ഒരു 2 ടേബിൾ സ്പൂണൊക്കെ മതിയാവും. പിന്നെ ഇതിലേക്ക് അളന്ന് വെച്ചിട്ട് വെള്ളം ചേർത്ത് കൊടുക്കണം. വറ്റിച്ചിട്ടാണല്ലോ നമ്മൾ വെക്കുന്നത്, അപ്പോൾ അതിൽ അളവ് കണക്കായിട്ട് വേണം. അപ്പോൾ 1 കിലോ അരിയാണ്. ഈ ഒരു വലിയ ഗ്ലാസ്സിൽ 3 ഗ്ലാസ്സാണ് അരി ഉണ്ടായത്. അപ്പോൾ അതിൻ്റെ ഒരു 5.5 മുതൽ 6 ഗ്ലാസ് വരെയാണ് വെള്ളം ചേർക്കേണ്ടത്. ഞാനിപ്പം 5.5 ഗ്ലാസ് വെള്ളമാണ് അളന്ന് ചേർത്തത്. അതിൽ ബീഫിൻ്റെ വെള്ളത്തിന് കണക്കായിട്ടുള്ളത് ബാക്കി പച്ചവെള്ളം കൂടെ ചേർത്തിട്ടാണ് 5.5 ഗ്ലാസ് കണക്കാക്കി എടുത്തത് കേട്ടോ. ചോറിപ്പോൾ ഇതേപോലെ വെള്ളം വറ്റിച്ചിട്ട് തന്നെ വെക്കണമെന്നൊന്നുമില്ല, അതാകുമ്പം ആ ഒരു ഫ്ലേവർ കിട്ടും. അല്ലാണ്ട് നമുക്ക് വാർത്തിട്ടെടുക്കാം, സാധാരണ നമ്മൾ വെറും ചോറ് വെക്കുന്നത് പോലെ വാർത്തെടുക്കാം. പക്ഷേ എന്നാലും ഈ ബീഫിൻ്റെ വെള്ളം ചോറിലേക്ക് ഒഴിച്ചു കൊടുക്കാണ്ട് സെപ്പറേറ്റ് ആയിട്ട് ബീഫിൽ തന്നെ ഇട്ട് വറ്റിച്ചെടുത്താലും മതി. അങ്ങനെ ഇപ്പം വെള്ളം നന്നായി തിളച്ച് വന്നപ്പോൾ ഞാനിപ്പം അരി ഊറ്റി അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അരി ഒരു അരമണിക്കൂർ കുതിർത്ത് വെച്ചതിന് ശേഷം പിന്നെ ഞാനത് വെള്ളം വാരാനായിട്ട് എന്താ പറയുക, അരിപ്പയിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ. ഇനിയിപ്പോൾ ഇത് നന്നായി അരിയൊക്കെ ഇട്ടതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ എൻ്റെ അടുത്ത് നേരത്തെ ഇട്ട് കൊടുക്കാൻ വിട്ടുപോയൊരു കാര്യമുണ്ട്, എന്താ പറയുക, ഡ്രൈഡ് ലെമൺ. അതൊന്ന് അങ്ങ് ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടെ ഒന്ന് നന്നായി മിക്സാക്കിയതിന് ശേഷം അടച്ചു വെക്കാം. ഇപ്പോൾ ചോറ് ഇതിപ്പം ആദ്യത്തെ ഒരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ അടച്ചു വെക്കുക. എന്നിട്ട് ജസ്റ്റ് നമുക്കൊന്ന് തുറന്നു നോക്കാം എന്തായി എന്നുള്ളത്. അപ്പോൾ ആദ്യം ഒന്ന് അടച്ചു വെക്കാം. അപ്പോൾ നേരത്തെ വേവിച്ചെടുത്ത ബീഫ് അത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്, നല്ലോണം ഇങ്ങനെ മുറിഞ്ഞ് വരുന്നുണ്ട്. ചെറുതായിട്ട് മുറിഞ്ഞ് പോയി കേട്ടോ കുറേയൊക്കെ വേവിച്ചെടുത്ത സമയത്ത്. ഞാനതൊന്ന് ജസ്റ്റ് ഒരു എന്താ പറയുക, ഒട്ടുകല്ലിലിട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് തിരിച്ചിട്ട് ഒന്ന് കളറാക്കി എടുക്കുന്നു എന്നേ ഉള്ളൂ, ഒന്ന് മൊരിച്ചെടുക്കുന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ കാണാനിങ്ങനെ ചോറിൻ്റെ മുകളിൽ വെക്കുമ്പോൾ കാണാനൊരു ഭംഗി ഉണ്ടാവുമല്ലോ പൊരിച്ചെടുക്കുമ്പം. അപ്പോൾ അങ്ങനെ ഒന്ന് ജസ്റ്റ് പൊരിച്ചെടുത്തു. അപ്പോൾ ചോറിപ്പം ഹൈ ഫ്ലെയിമിൽ ഞാനൊരു 5 മിനിറ്റാണ് വെച്ചത്. അപ്പോഴേക്കും കണ്ടോ ഇങ്ങനെയാണ്, അത് വെള്ളമൊന്നും വറ്റിയിട്ടില്ല, അടിയിൽ വെള്ളമുണ്ട്. പിന്നെ ഈ ചോറ് എന്ന് പറഞ്ഞാൽ ഒരു കാഭാഗം കുറച്ചും കൂടെ വേവാനും ഉണ്ട്. അപ്പോൾ ഇനി അടി തൊട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഏറ്റവും ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് അടച്ചു വെക്കാം. അപ്പോൾ അതിനിടയ്ക്ക് ഞാനിപ്പം കുറച്ച് പാലിൽ, ഒരു 1/4 ഗ്ലാസ് ഉണ്ടാവില്ല, അതിൻ്റെയും പകുതി പാലിൽ ഞാൻ കുറച്ച് സാഫ്രോൺ കലക്കി അവിടെ വെച്ചിട്ടുണ്ട് ലാസ്റ്റ് ഒഴിച്ചു കൊടുക്കാനായിട്ട്. അങ്ങനെ 10 മിനിറ്റൊക്കെ കഴിഞ്ഞു, നമ്മുടെ ചോറ് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിൽ എന്താ പറയുക, നമ്മൾ നേരത്തെ പൊരിച്ചിട്ടുള്ള ആ ബീഫൊക്കെ നിരത്തി അങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഫ്ലെയിം ഞാനിപ്പോഴും ഓഫ് ചെയ്തിട്ടില്ല, ഏറ്റവും സിമ്മാക്കിയിട്ടാണ് വെച്ചത്. പിന്നെ അതിലുള്ള കുറച്ച് ഓയിലൊക്കെ ഒന്ന് അങ്ങോട്ട് മുകളിലൊക്കെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇനിയാണ് അടുത്ത പരിപാടി, നമ്മുടെ ചാർക്കോൾ കത്തിക്കൽ. അപ്പോൾ ചാർക്കോൾ ഇല്ല എൻ്റെ അടുത്ത്. ആ ഒരു സ്മോക്കി ഫ്ലേവറിന് ഞാനിപ്പം ഒരു ചിരട്ട കനലാക്കിയിട്ട് ഒരു സ്റ്റീലിൻ്റെ പാത്രത്തിലേക്ക് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇത് നമ്മുടെ ചോറിൻ്റെ നടുവിലായിട്ട് അങ്ങനെ അങ്ങ് വെച്ച് കൊടുക്കാം. ഈ ഒരു ചാർക്കോളിൻ്റെ മുകളിൽ കുറച്ച് ഓയിലൊന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം പുക വരുമ്പം പെട്ടെന്ന് തന്നെ അങ്ങ് മൂടി അടച്ചേക്കണം. എന്നിട്ട് ഏറ്റവും ലോ ഫ്ലെയിമിൽ ഒരു 2-3 മിനിറ്റ് കുറഞ്ഞത് വെച്ചിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യുക. എന്നിട്ട് അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കിത് തുറന്നു നോക്കാം.
അങ്ങനെ ഇപ്പം അരമുക്കാൽ മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഞാനിപ്പം സെർവ് ചെയ്യുന്നത്. വലിയൊരു തളികയിൽ ചോറിങ്ങനെ നിരത്തി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചോറ് ഇങ്ങനെ എടുക്കുമ്പോൾ തന്നെ കാണാം മണിമണിയായിട്ടാണ്, പൊടിഞ്ഞൊന്നും പോയിട്ടില്ല, നന്നായിട്ട് വെന്ത് വന്നിട്ടുമുണ്ട്. പിന്നെ മെയിനായിട്ട് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നേരത്തെ പറയാനും വിട്ടുപോയൊരു കാര്യം, ഞാൻ ഈ ഒരു റെസിപ്പിയിൽ മന്തി മസാല ഞാൻ പാക്കറ്റ് പുറത്തുനിന്ന് വാങ്ങിയതാണ്. അല്ലാണ്ട് അത് നമുക്ക് വീട്ടിൽ തന്നെ പൊടിച്ചെടുക്കാം. മന്തി മസാല എന്ന് പറയുന്നത് പുറത്തുനിന്ന് വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളെ വീട്ടിലുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ അതിന് ആവശ്യമുള്ളൂ. അറബിക് സ്പൈസ് എന്നൊക്കെ പറയും, പക്ഷേ നമുക്ക് വീട്ടിൽ തന്നെ പൊടിച്ചെടുക്കാൻ പറ്റുന്നതാണ്. ഇതിനു മുമ്പ് ഞാനൊരു ചിക്കൻ മന്തീൻ്റെ വീഡിയോ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് എങ്ങനെയാണ് വീട്ടിൽ തന്നെ ഈ മന്തി മസാല പൗഡർ ഉണ്ടാക്കുന്നത് എന്നുള്ളത്. അപ്പം ഡീറ്റെയിൽ ആയിട്ടുള്ളത് കൊണ്ട് അത് നോക്ക്, ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് കിട്ടുന്ന ആ ഒരു തക്കാളീൻ്റെ ഒരു ചട്നി ഉണ്ടല്ലോ, ഒരു സാൽസ എന്ന് പറയും, അതും ഞാൻ ആ ഒരു വീഡിയോയിൽ, ചിക്കൻ മന്തീൻ്റെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട്. അപ്പം ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ലിങ്ക് കാണാം, അതൊന്ന് നോക്കിയാൽ മതി കേട്ടോ. അങ്ങനെ നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള മന്തി ഇതാ ഇവിടെ റെഡിയായി. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബീഫ്, തൊടുമ്പോൾ തന്നെ ഇങ്ങനെ മുറിഞ്ഞു പോകുന്ന പോലത്തെ നല്ല ബീഫ്, നന്നായിട്ട് വെന്ത് വന്നിട്ടുമുണ്ട്. പിന്നെ റൈസും നല്ല ഒരു ഫ്ലേവർ ഉണ്ട്, നെയ്യൊക്കെ ചേർത്തതിനെ കൊണ്ടുള്ള അടിപൊളി ടേസ്റ്റ്. അപ്പോൾ എല്ലാവരും ഇതേ രീതിയിൽ വീട്ടിലുണ്ടാക്കി നോക്ക്. വീട്ടിലുണ്ടാക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ, നല്ല അടിപൊളി ടേസ്റ്റാണ്, പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും. അപ്പോൾ ഇനി നമുക്ക് പുതിയ വീഡിയോയിലേക്ക് കാണാം. അതുവരെ കീപ്പ് വാച്ചിങ് മൈമൂൺസ് കിച്ചൺ. ടേക്ക് കെയർ ആൻഡ് ബൈ. താങ്ക് യു.